Hello, good morning dear children. Welcome to another session of the online classes of Vidyasagar. In the last class we had discussed the poem Any Woman by Catherine Tynan, and I think you got the idea of the poem, and now we have to discuss some more things related to the poem. And in the poem we found that the Irish poet Catherine Tynan presented something about the pivotal role of a mother in a family, and also it deals with the different phases of womanhood. നമ്മൾ അതിനകത്തുനിന്ന് ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടിയത്. എന്തെല്ലാം ഡിഫറെൻ്റ് ഫേസസിനെയാണ് വുമൺഹുഡ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിരുന്നു നമുക്ക് അതിൻ്റെ ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കണമെന്ന്. ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൻ്റെ പോയറ്റിനെ കുറിച്ച് തുടക്കത്തിൽ പറയണം, പോയത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് പറയണം. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം പോയത്തിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സിനെ ഒന്ന് സമ്മറൈസ് ചെയ്യണം. അത് നമ്മളന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് പോയത്തിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചും മറ്റും കൂടി ഉൾപ്പെടുത്തി വേണം അപ്രീസിയേഷൻ തയ്യാറാക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫറിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്നാണ്. മദർ പറയുന്നത് ഐ ആം ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് എന്നാണ്. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത് എന്നാണ്. ഐ ആം ദി ലൈറ്റ് ഓഫ് ഗുഡ് സൺ എന്ന് പറയുന്നു. ഐ ആം ദ ഹീറ്റ് എന്ന് പറയുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് എന്ന് പറയുന്നു. ഐ ആം ദ ട്വിസ്റ്റ് എന്ന് പറയുന്നു. ഇങ്ങനെ ആ മദർ തന്നെയാണ് ഇതെല്ലാം എന്ന് സമർത്ഥിക്കുന്നതിലൂടെ അവിടെ മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പോയത്തിൻ്റെ റൈം സ്കീം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസ ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത് എ ബി എന്ന് പറഞ്ഞൊരു റൈം സ്കീമാണ്, എക്സെപ്റ്റ് ഇൻ ദി ഫസ്റ്റ് സ്റ്റാൻസ. ദെൻ അതിനകത്ത് പിന്നെ ഉള്ളത് അലിറ്ററേഷനാണ്. അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റെപ്പറ്റീഷൻ ഓഫ് ദി സെയിം കൺസണൻറ്റ് സൗണ്ട് ഇൻ എ സിംഗിൾ ലൈൻ ഓഫ് ദി പോയം. അപ്പോൾ ആ പോയത്തിനകത്ത് ഒരു വരി എടുത്തു നോക്കിയാൽ ആ ഒരൊറ്റ വരിക്കുള്ളിൽ ഈ കൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഐ എം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ലൈറ്റ് ലവ് ലാ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള റെപ്പറ്റീഷൻ ഓഫ് കൺസണൻറ്റ് സൗണ്ട് ഇൻ എ സിംഗിൾ ലൈൻ ഓഫ് ദ പോയം, അത്തരത്തിലുള്ള അലിറ്ററേഷൻസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം പോയത്തിനകത്ത് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. വിൻഡ് ആൻഡ് സ്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സിമ്പിൾസൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിഫിക്കൽട്ടീസിനെ കാണിക്കുന്ന വിധത്തിലുള്ള സിമ്പിൾസ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണം ഒരു അപ്രീസിയേഷൻ നമുക്ക് തയ്യാറാക്കാനുള്ളത്. ദെൻ അത് കഴിഞ്ഞാൽ അതിനകത്തുള്ള അടുത്ത വർക്ക് മറ്റൊരു പോയം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പോയം ടൈറ്റിൽഡ് ദി ടോയ്സ് ബൈ കെവൻട്രി പാറ്റ്മോർ. ആ പോയം വായിച്ച് നമ്മുടെ എനി വുമൻ എന്ന പോയവുമായിട്ടൊരു കമ്പാരിസണ് ഉദ്ദേശിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ഒരു പോയമാണ് ദിസ് ടോയ്സ് ബൈ കെവൻട്രി പാറ്റ്മോർ. ഇവിടെ എനി വുമൻ എന്ന പോയത്തിൽ നമ്മളൊരു മദറിനെ കണ്ടതുപോലെ ഹിയർ ഈസ് എ ഫാദർ. ദ ഫാദർ ഈസ് സ്പീക്കിംഗ് ഫ്രം ഹിസ് ഹാർട്ട് ആൻഡ് ഹി ഈസ് എക്സ്പ്ലെയിനിങ് some of the elements of the fatherly love. There is a son, and the father explains what happened in between them. അപ്പോൾ നമുക്ക് എന്താണ് ആ പോയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടുത്തെ ഫാദർ വളരെ ലവിങ് ആയിട്ടുള്ള ഒരു ഫാദർ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വിവരിക്കുകയാണ്. ഫാദർ പറയുന്നു, മൈ ലിറ്റിൽ സൺ ഹു ലുക്ക്ഡ് ഫ്രം തോട്ട്ഫുൾ ഐസ് and moved and spoke in quite grown-up voice, having my Lord the 7th time disobeyed, I struck him and dismissed with hard words and unkissed his mother who was patient being dead. സോ ഫാദർ എന്തൊക്കെയാണ് പറയുന്നത്? മൈ ലിറ്റിൽ സൺ, ചെറിയ മോനാണുള്ളത്,
who looked from thoughtful eyes and moved and spoke in quite grown of voice. അവനെങ്ങനെയാ? looked from thoughtful eyes and moved and spoke in quite grown up voice. മുതിർന്ന ആളിനെ പോലെ സംസാരിക്കുന്നവൻ, വളരെ തോട്ട്ഫുൾ ഐസോട് കൂടി മുതിർന്ന ഒരു വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള സംഭാഷണ ശൈലിയോടുകൂടിയൊക്കെ വലിയ വാചകമൊക്കെ, കുഞ്ഞു വായിൽ വലിയ വാചകമൊക്കെ പറയുന്ന എൻ്റെ മകൻ. ഹാവിങ് മൈ ലോ ദ 7th time disobeyed. അവൻ എന്താ ചെയ്തത്? ഹി ഡിസൊബൈഡ് മൈ ലോ ഫോർ ദി 7th time. അവൻ തുടരെ എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ അനുസരണക്കേട് കാണിക്കുമ്പം അച്ഛൻ്റെ നടി കിട്ടും അല്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഐ സ്ട്രക്ക് ഹിം ആൻഡ് ഡിസ്മിസ്ഡ് വിത്ത് ഹാർഡ് വേർഡ്സ് ആൻഡ് അൺകിസ്ഡ്. അപ്പോൾ ഞാൻ അവനെ തല്ലി, വഴക്ക് പറഞ്ഞു, ഹാർഡ് വേർഡ്സൊക്കെ യൂസ് ചെയ്തു. ആൻഡ് ലെഫ്റ്റ് ഹിം അൺകിസ്ഡ് വൈൽ ഹി വാസ് ഗോയിങ് ടു ഹിസ് ബെഡ്. അപ്പോൾ പതിവായിട്ട് അവൻ ഉറങ്ങാൻ പോകുമ്പോൾ അവന് ഒരു ഗുഡ് നൈറ്റ് കിസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അവനെ പറഞ്ഞയക്കുമായിരുന്നത്. പക്ഷേ ഇത്തവണ അതൊന്നും ചെയ്യാതെ അൺകിസ്ഡായിട്ട് അവനോടുള്ള ഒരു ദേഷ്യം, അനുസരണക്കേട് കാണിച്ചതിൻ്റെ ദേഷ്യമൊക്കെ വെച്ചിട്ട് അവന് ഉമ്മയൊന്നും കൊടുക്കാതെ അവനെ കിടക്കയിലേക്ക് പറഞ്ഞു വിട്ടു. അവൻ പിണങ്ങിപ്പോയി കിടന്നുറങ്ങിയെന്നർത്ഥം. ഹിസ് മദർ, അവൻ്റെ അമ്മയായിരുന്നെങ്കിലോ, ഹു വാസ് പേഷ്യൻറ്റ്. അമ്മ വാസ് പേഷ്യൻറ്റ് ദെൻ മീ. ഷീ ഹാഡ് പേഷ്യൻസ് ദെൻ മീ. എന്നേക്കാൾ കൂടുതൽ ക്ഷമയുള്ളവളായിരുന്നു. അങ്ങനെയാണല്ലേ? അച്ഛനേക്കാളും കൂടുതൽ ക്ഷമാശീലം ഉണ്ടാകുക, ക്ഷമ ഉണ്ടാകുക അമ്മയ്ക്കായിരിക്കും. അപ്പോൾ അമ്മ, അവൻ്റെ അമ്മയും അങ്ങനെ ക്ഷമയുള്ളവളായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക? ഷി വാസ് ഡെഡ്. അമ്മ മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അമ്മയില്ലാത്തൊരു കുഞ്ഞാണ് അവൻ. അമ്മയില്ലാത്ത എൻ്റെ മകനെ അനുസരണക്കേടിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി വഴക്ക് പറയുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവനെ അൺകിസ്ഡായിട്ട് കിടക്കയിലേക്ക് വിട്ടു. അപ്പോൾ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അവനോട് അങ്ങനെ എന്തൊക്കെ വഴക്കൊക്കെ പറഞ്ഞു, അവനെ തല്ലുകയും ഒക്കെ ചെയ്തിട്ട് അവന് പതിവുള്ള ഗുഡ് നൈറ്റ് കിസ് പോലും കൊടുക്കാതെ അവനെ കിടക്കയിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ, അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛന് വിഷമമായിട്ടുണ്ടാവും അല്ലേ? സ്വാഭാവികമായിട്ടും ഈ അച്ഛനും അത്തരത്തിലൊരു വിഷമം തോന്നി. പിന്നെ അവന് അമ്മയില്ലാത്തൊരു കുഞ്ഞു കൂടിയാണ്. അപ്പോൾ അവനോട് ഇത്രയും ദേഷ്യമൊന്നും വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ അച്ഛനുണ്ടായി കാണണം. സോ ദെൻ, ഫിയറിംഗ് ലെസ്റ്റ് ഹിസ് ഗ്രീഫ് ഷുഡ് ഹിൻഡർ സ്ലീപ്പ്, I visited his bed but found him slumbering deep with darkened eyelids and their lashes yet from his late sobbing wet. അങ്ങനെ ഞാൻ അവൻ്റെ കിടക്കയിലേക്ക് ചെന്ന് നോക്കി. അവൻ പിണങ്ങിയിട്ടാണല്ലോ ഉറങ്ങാൻ പോയിരിക്കുന്നത്, സങ്കടത്തോടെയല്ലേ ഉറങ്ങാൻ പോയിരിക്കുന്നത്. സോ ദെൻ, ഫിയറിങ് ലെസ്റ്റ് ഹിസ് ഗ്രീഫ് ഷുഡ് ഹിൻഡർ സ്ലീപ്പ്, അവൻ്റെ ഈ പിണക്കം, അവൻ്റെ വിഷമം അവൻ്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയാലോ അല്ലെങ്കിൽ അവൻ ഉറങ്ങാതിരുന്നാലോ, ഇത്രയും വഴക്കൊക്കെ കേട്ടതല്ലേ, അപ്പോൾ ഇനി അവൻ ഉറങ്ങാതെ വിഷമിച്ച് കിടക്കുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഐ വിസിറ്റഡ് ഹിസ് ബെഡ്, ഞാൻ അവൻ്റെ കിടക്കയിൽ പോയി നോക്കി. ബട്ട് ഫൗണ്ട് ഹിം സ്ലംബറിങ് ഡീപ്പ്, പക്ഷെ ചെല്ലുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്? ഫൗണ്ട് ഹിം സ്ലംബറിങ് ഡീപ്പ്, ഡീപ്പ് സ്ലീപ്പിലാണ് അവൻ. സ്ലീപ്പിംഗ് ഡീപ്പ്, നല്ല ഉറക്കത്തിലേക്ക് വീണിരിക്കുന്നു. എങ്ങനെ ഉറങ്ങുന്നത്? വിത്ത് ഡാർക്കൻഡ് ഐലിഡ്സ് ആൻഡ് ദെയർ ലാഷസ് എറ്റ് ഫ്രം ഹിസ് ലേറ്റ് സോബിങ് വെറ്റ്. അവൻ നേരത്തെ ഉണ്ടായിരുന്ന ആ സങ്കടത്തിൻ്റെ ഭാഗമായിട്ട് ഡാർക്കൻഡായിട്ടുള്ള ഐലിഡ്സോടുകൂടി, തടിച്ച് വീർത്ത കൺപോളകളോടുകൂടി എന്ന് പറഞ്ഞാൽ കരഞ്ഞ് വീർത്ത കണ്ണും, ആൻഡ് ദെയർ ലാഷസ് എറ്റ് ഫ്രം ഹിസ് ലേറ്റ് സോബിങ് വെറ്റ്. അവൻ്റെ ഐലാഷസ്, കൺപീലികളൊക്കെ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. സോബിങ് വെറ്റ്, ആ സോബിങ് കൊണ്ട് തേങ്ങിക്കരഞ്ഞത് കാരണം വെറ്റായിട്ട് നനഞ്ഞിരിക്കുന്ന കൺപീലികളുമായിട്ട്, തടിച്ചു വീർത്ത കൺപോളകളുമായിട്ട് അവൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൻ ആ സങ്കടത്തിലാണ് ഉറക്കത്തിലേക്ക് പോയിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്ന ഒരവസ്ഥയിലാണ് ഈ കുഞ്ഞ് കിടന്നുറങ്ങുന്നത്. ആൻഡ് ഐ വിത്ത് മോൺ കിസ്സിങ് അവേ ഹിസ് tears left others of my own, for on a table drawn beside his head he had put within his reach a box of counters and a red-veined stone, a piece of glass braided by the beach, and 6 or 7 shells, a bottle with the bluebells, and 2 French copper coins ranged there with careful art,
ടു കംഫർട്ട് ഹിസ് സാഡ് ഹാർട്ട്. അങ്ങനെ ഞാൻ അവൻ്റെ കിടക്കയ്ക്കരികിൽ നിൽക്കുമ്പോൾ മറ്റൊന്നുകൂടി ഞാൻ ശ്രദ്ധിക്കുന്നു. ആൻഡ് ഐ വിത്ത് മോൻ, സങ്കടത്തോടെ, മോർണിംഗ് വിലാപം, സങ്കടത്തോടു കൂടി, കിസ്സിങ് അവേ ഹിസ് ടിയേഴ്സ്, അവൻ്റെ കൺപോളകളിൽ പറ്റിയിരിക്കുന്ന കണ്ണുനീർ തുള്ളിയൊക്കെ തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. കിസ്ഡ് അവേ ഹിസ് ടിയേഴ്സ്, അവൻ്റെ കണ്ണുനീരിനെയൊക്കെ ഉമ്മ വെച്ച് മാറ്റുന്നു. ലെഫ്റ്റ് അതേഴ്സ് ഓഫ് മൈ ഓൺ. അങ്ങനെ ചെയ്യുമ്പോൾ ഐ ഫെൽറ്റ് വെരി സാഡ്, എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ട് അച്ഛൻ പറയുന്നു, വളരെ സങ്കടത്തോടു കൂടി ഞാൻ അച്ഛനത് ചെയ്തത്. ആൻഡ് ദയർ ഹീ ലെഫ്റ്റ് ഹിസ് ഓൺ ടിയേഴ്സ്. മകൻ്റെ കൺപോളകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളിയെ തുടച്ചു മാറ്റുമ്പം അച്ഛൻ്റെ കണ്ണുനീർത്തുള്ളി അവൻ്റെ മുഖത്തേക്ക് വീഴുന്നു. ഐ ലെഫ്റ്റ് അതേഴ്സ് ഓഫ് മൈ ഓൺ, ഐ ലെഫ്റ്റ് അതർ ടിയേഴ്സ് ഓഫ് മൈ ഓൺ ഓൺ ഹിസ് ഫേസ്. അവൻ്റെ മുഖത്ത് അവൻ്റെ കണ്ണുനീര് തുടച്ചു മാറ്റി കഴിഞ്ഞപ്പം എൻ്റെ കണ്ണുനീര് അവൻ്റെ മുഖത്ത് അവശേഷിപ്പിക്കുന്ന വിധത്തിൽ കിസ്ഡ് അവേ ഹിസ് ടിയേഴ്സ്. എന്താ ഇത്രയും വലിയ സങ്കടം അച്ഛന് തോന്നിയത്? അവൻ അച്ഛൻ്റെ അടുത്തുനിന്ന് വഴക്കിട്ട് പിണങ്ങി അച്ഛൻ്റെ വഴക്കൊക്കെ കേട്ടിട്ട് അൺകിസ്ഡായിട്ട് വരുമ്പം അവൻ ആശ്വസിക്കാനായിട്ട് കുറേ ടോയ്സ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നത് അവൻ്റെ ആ ടോയ്സിലാണ്. എന്തൊക്കെയാണുള്ളത്? അവന് ടേബിൾ ഡ്രോൺ ബിസൈഡ് ഹിസ് ഹെഡ്. അവൻ കിടക്കുന്നതിൻ്റെ അവൻ്റെ തലയുടെ അരികിലായിട്ട് നീക്കിയിട്ടിരിക്കുന്ന ഒരു ടേബിളിൽ, അവൻ്റെ കട്ടിലിനോട് ചേർന്ന് കിടക്കുന്ന ടേബിളിൻ്റെ പുറത്ത് ഹി ഹാഡ് പുട്ട് വിത്തിൻ ഹിസ് റീച്ച്, അവൻ്റെ കൈ എത്തുന്ന ദൂരത്തിലായിട്ട് അവൻ്റെ ടോയ്സ് അവൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ടോയ്സ് ആയിരിക്കാം അവനെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാകുക. അവന് സങ്കടം വരുമ്പം ആശ്വാസം കണ്ടെത്തുന്നത് ഈ ടോയ്സിൽ നിന്നായിരിക്കാം. എന്തൊക്കെയാണ് ടോയ്സിൻ്റെ കൂട്ടത്തിലുള്ളത്? എ ബോക്സ് ഓഫ് കൗന്തേഴ്സ്, ഒരു ബോക്സ് നിറയെ നാണയങ്ങളുണ്ട്. എൻ്റെ റെഡ് വെയിൻഡ് സ്റ്റോൺ, ചുവന്ന പാറക്കല്ലുകളുണ്ട്. എ പീസ് ഓഫ് ഗ്ലാസ് ബ്രെയ്ഡഡ് ബൈ ദ ബീച്ച്, ഒരു പീസ് ഓഫ് ഗ്ലാസ് ഉണ്ട്. അത് ബീച്ചിൽ തിരയൊക്കെ വന്ന് ഉരഞ്ഞ് തേഞ്ഞ് മിനുസപ്പെട്ട ഒരു പീസ് ഓഫ് ഗ്ലാസ്. ആൻഡ് 6 or 7 ഷെൽസ്, പിന്നെ ഷെൽസ് ഉണ്ട് 6 or 7 എണ്ണം. എ ബോട്ടിൽ വിത്ത് ബ്ലൂ ബെൽസ്, ബ്ലൂ ബെൽസ് ഫ്ലവേഴ്സ് ആയിരിക്കും. ബ്ലൂ ബെൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ഉണ്ട്. ആ ഫ്ലവേഴ്സിൻ്റെ ഒരു ബോട്ടിൽ, അല്ലെങ്കിൽ മേ ബി ഡെക്കറേറ്റഡ് വിത്ത് ബ്ലൂ ബെൽസ് കൊണ്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ബോട്ടിലായിരിക്കാം. അതല്ലെങ്കിൽ ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്ന ബോട്ടിലായിരിക്കാം. എന്തായാലും ബ്ലൂ ബെൽസ് ഉള്ളൊരു ബോട്ടിൽ. ആൻഡ് 2 ഫ്രഞ്ച് കോപ്പർ കോയിൻസ്, 2 ഫ്രഞ്ച് കോയിൻസ് ഉണ്ട്, കോപ്പർ കോയിൻസ് ഉണ്ട്. ഓൾ ദീസ് ആർ റേഞ്ച്ഡ് ദയർ വിത്ത് കെയർഫുൾ ആർട്ട്. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് വിത്ത് കെയർഫുൾ ആർട്ട് ദീസ് തിങ്സ് ആർ അറേഞ്ച്ഡ് ദയർ. വളരെ ശ്രദ്ധാപൂർവം കലാപരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ടോയ്സ് എല്ലാം. ഇതൊക്കെ ടു കംഫർട്ട് ഹിസ് സാഡ് ഹാർട്ട്. ഇതൊക്കെ അവൻ്റെ സങ്കടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും സങ്കടത്തോടു കൂടി ബെഡ്റൂമിലേക്ക് വന്ന കുഞ്ഞ് അവൻ്റെ വിഷമിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന അവൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? അവൻ്റെ ഈ കളിപ്പാട്ടങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അവൻ്റെ സങ്കടമെല്ലാം അതിൽ കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അവനിങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഇതിൽ ആശ്വാസം കണ്ടെത്തിയിട്ട് അവൻ ഉറങ്ങുകയാണ്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ സോ വെൻ ദാറ്റ് നൈറ്റ് ഐ പ്രേഡ് ടു ഗോഡ് ഐ വെപ്റ്റ് ആൻഡ് സെറ്റ്. ആ രാത്രിയിൽ ഞാൻ ഉറങ്ങാനായിട്ട് അവനെ കിസ് ചെയ്ത് കിടക്കയിലേക്ക് പോകുന്നു. അങ്ങനെ രാത്രിയിൽ ഉറങ്ങാനായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ടു ഗോഡ് ഐ വെപ്റ്റ് ആൻഡ് സെറ്റ്, ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. വെൻ അറ്റ് ലാസ്റ്റ് വി ലൈ വിത്ത് സ്ട്രാൻസ്ഡ് ബ്രീച്ച് നോട്ട് വെക്സിങ് ദീ ഇൻ ഡെത്ത് ആൻഡ് ദൗ റിമെമ്പറസ്റ്റ് ഓഫ് വാട്ട് ടോയ്സ് വി മെയ്ഡ് അവർ ജോയ്സ്, how weakly understood thy great commanded good, then fatherly not less than I whom thou hast molded from the clay, thou'lt leave thy wrath and say, I'll be sorry for their childishness. അന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയത്. എന്തൊക്കെയാണ്? വെൻ അറ്റ് ലാസ്റ്റ് വി ലൈ വിത്ത് ട്രാൻസ്ഡ് ബ്രീത്ത്സ്. അവസാനം വെൻ അറ്റ് ലാസ്റ്റ് വി ലൈ, നമ്മൾ കിടക്കയിലാകുമ്പം വിത്ത് ട്രാൻസ്ഡ് ബ്രീത്ത്സ്,
അതായത് നമ്മുടെ അന്ത്യശ്വാസം വലിക്കാറായിട്ട് മരണക്കിടക്കയിൽ എത്തിക്കിടക്കുമ്പം നോട്ട് വെക്സിങ് ദി ഇൻ ഡെത്ത്, നോട്ട് വെക്സിങ് ദി, അപ്പോൾ പോലും ശല്യപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ വറി ചെയ്യിപ്പിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇൻ ഡെത്ത്, മരണത്തിൻ്റെ സമയത്ത് പോലും ദൈവത്തെ വിളിച്ച് ശല്യപ്പെടുത്താത്ത നമ്മൾ, അതായത് മരണസമയത്ത് പോലും ദൈവത്തെ ഓർക്കാത്ത നമ്മൾ. ആൻഡ് ദൗ റിമെമ്പറസ്റ്റ് ഓഫ് വാട്ട് ടോയ്സ് വി മെയ്ഡ് അവർ ജോയ്സ്. അപ്പോൾ ടോയ്സ് മേ മേക്ക് us ഹാപ്പി ലൈക്ക് എ ചൈൽഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ ആശ്വാസം കണ്ടെത്താനായിട്ട്, നമുക്ക് സന്തോഷിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ, ദൈവമാകുന്ന ആ ഒരു അൾമൈറ്റി പവർ അവിടെ ഉണ്ടെങ്കിൽ കൂടി അതിൽ ആശ്വാസം കണ്ടെത്താതെ ഒരു കുട്ടി എങ്ങനെയാണോ അവൻ്റെ കളിപ്പാട്ടങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നത്, അതുപോലെ നമ്മുടെ ചുറ്റാകെയുള്ള ലൗകിക സുഖങ്ങളിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച്, ഇപ്പോൾ മനുഷ്യൻ്റെ ഒരു രീതിയാണ് ആ പറഞ്ഞത്. മനുഷ്യൻ എപ്പോഴും സന്തോഷം കണ്ടെത്തുക ലൗകികമായ സുഖ സൗകര്യങ്ങളിലാണ്, അവൻ്റെ ചുറ്റാകെയുള്ള നേട്ടങ്ങളിൽ സുഖം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ ആരെ പോലെയാണെന്ന്, കളിപ്പാട്ടങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ്. അങ്ങനെ കളിപ്പാട്ടങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്ന ഒരു കുട്ടിയെ പോലെ, കളിപ്പാട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കുട്ടിയെ പോലെ നമ്മുടെ സുഖലോലുപതയിൽ ആശ്വാസം കണ്ടെത്തുന്ന മനുഷ്യൻ അവസാന സമയത്ത് പോലും ദൈവത്തെക്കുറിച്ച് ഓർക്കാൻ മറന്നു പോകുന്നു. ഹൗ വീക്ക്ലി അണ്ടർസ്റ്റുഡ് ദൈ ഗ്രേറ്റ് കമാൻഡഡ് ഗുഡ്. നമ്മൾ എത്ര മോശമായിട്ടാണ്, എത്ര നിസ്സാരമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ദി ഗ്രേറ്റ് കമാൻഡ്സ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റേതായിട്ടുള്ള കമാൻഡ്മെൻറ്റ്സ്, ദർ ആർ 10 of them, നമുക്ക് മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന വിധത്തിലുള്ള കമാൻഡ്സ് ഓഫ് ഗോഡ്, എങ്ങനെയുള്ള ജീവിതം നയിച്ച ആളാണ് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക എന്ന് നിർദ്ദേശിക്കുന്ന ആ കമാൻഡ്സ് ഒക്കെ മറന്നുപോയിട്ട് അതിനെയൊക്കെ വീക്ക്ലി അണ്ടർസ്റ്റുഡ് ചെയ്യുന്ന നമ്മൾ മനുഷ്യർ. ദെൻ ഫാദർലി നോട്ട് ലെസ് ദാൻ ഐ ഹും ദൗ ഹാസ് മോൾഡഡ് ഫ്രം ദ ക്ലേ. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ മനുഷ്യൻ ആരാ? മനുഷ്യൻ ഇസ് ഹും ദൗ ദ ഗോഡ് ഹാസ് മോൾഡഡ് ഫ്രം ദ ക്ലേ. നമ്മുടെ മതവിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് പറയുന്നത് ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന രീതിയിൽ പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ചെളിയിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ രൂപത്തെക്കുറിച്ച് ഉള്ള ആ വിശ്വാസം ഓർക്കുമ്പോൾ ഗോഡ് ഈസ് ദ ഫാദർ. അങ്ങനെ പിതാവായിരിക്കുന്ന ദൈവത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ thou wilt leave thy wrath and say, അങ്ങനെയുള്ള പിതൃസ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവം നമ്മുടെ ഈ കുരുത്തക്കേടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ദൈവത്തെ മറന്നുള്ള നമ്മുടെ പ്രവൃത്തികളൊക്കെ കണ്ടു കഴിഞ്ഞാലും he would leave his wrath, ദേഷ്യം, കോപം, ആ കോപമൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവം എന്താ പറയുക? and say I'll be sorry for their childishness, I'll be sorry for their childishness. നമ്മുടെ ഈ ഒരു കുരുത്തക്കേടിന് എന്താ ദൈവം അദ്ദേഹത്തിൻ്റെതായ ഒരു മാപ്പ് നൽകുകയാണ് നമുക്ക്. അദ്ദേഹം നമ്മളോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഹാപ്പിനെസ് കണ്ടെത്താൻ ഉതകുന്നത് ഭൂമിയിൽ കണ്ടെത്താൻ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ മറന്നു പോകുന്നു എങ്കിലും ആ ഒരു വലിയ തെറ്റിനെ പോലും, നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന വലിയ വലിയ തെറ്റുകളെ പോലും ദൈവം ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം അതിനൊക്കെ നമ്മളോട് ക്ഷമിക്കുന്നു. അങ്ങനെയുള്ള നമ്മൾ മനുഷ്യർക്ക്, നമ്മുടെ ചുറ്റാകെയുള്ള മനുഷ്യർ ചെയ്യുന്ന നമ്മുടെ വലിയ തെറ്റുകൾ പുറത്തു തരുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ ചുറ്റാകെയുള്ളവരുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും ക്ഷമിക്കാനാവുന്നില്ല എന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ദൈവികമായിട്ടുള്ളൊരു ശേഷിയാണ് ക്ഷമിക്കാൻ കഴിയുക എന്നത്. കേട്ടിട്ടുണ്ടല്ലോ അതല്ലേ? ടു എയർ ഈസ് ഹ്യൂമൻ ആൻഡ് ടു ഫർഗീവ് ഈസ് ഡിവൈൻ. തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യ സഹജവും ക്ഷമിക്കുക എന്നത് ദൈവികവുമാണ്. അപ്പോൾ ദൈവികമായിട്ടുള്ളൊരു കഴിവാണ് ക്ഷമിക്കാൻ കഴിയുക എന്നത്. അങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്ന അവസ്ഥ നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവം നമ്മളോട് കാണിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റുകളെയൊക്കെ ദൈവം ക്ഷമിച്ചു തരുന്നുണ്ട്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ ക്ഷമയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒപ്പമുള്ളവരുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളെ പോലും ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല. അത്ര ക്ഷമാശീലം
നമുക്കില്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത് എന്നാണ് പോയറ്റ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോയത്തിനകത്ത് ഒരു ഫാദറിനെയാണ് നമ്മൾ കണ്ടത്. ഈ ഫാദർ അദ്ദേഹത്തിൻ്റെ മകനോടുള്ള സ്നേഹത്തെക്കുറിച്ചും മറ്റും പറയുന്നു. അവിടെ ഒരു മദറിൻ്റെ പ്രസൻസ് ഉണ്ട്. മദറിൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ ബീയിങ് ഡെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാദർ എന്തായാലും പറയുന്നുണ്ട് ഹിസ് മദർ വാസ് പേഷ്യൻറ്റ് ബീയിങ് ഡെഡ്. ആ അമ്മയുടെ ഒരു ക്വാളിറ്റി കൂടി പറഞ്ഞിട്ടുണ്ട്. ഷി വാസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ഫാമിലിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ ഈ അച്ഛൻ അവിടെ പറയുന്നുണ്ട് ഹിസ് മദർ വാസ് പേഷ്യൻറ്റ് ബീയിങ് ഡെഡ് എന്ന്. അപ്പോൾ ഇതുപോലെ എന്യൂമൻ്റെ ലാസ്റ്റിലും ഒരമ്മ പറയുന്നുണ്ട് ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ എന്ന്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മദർ ഇൻ എ ഫാമിലി എന്താണ് എന്നാണ്. അമ്മ കുടുംബത്തിൽ എന്താണ്, അമ്മയുടെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈ 2 പോയത്തിനകത്തും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 പോയത്തിനെയും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ തീംസ് ഒന്ന് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോയം ഇതിനകത്ത് തന്നിരിക്കുന്നത്. ന്യൂമൺ എന്ന പോയത്തിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ഹാർഡ്ഷിപ്സ് ആൻഡ് ബേർഡൻസ്. ഒരു മദർ അവളുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ കുടുംബത്തെ പരിചരിക്കുന്നതിന് ഇടയ്ക്ക് അമ്മയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഹാർഡ്ഷിപ്സ് ആൻഡ് ബേർഡൻസ് എന്തൊക്കെയാണ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നുണ്ട് മദർ ഈസ് നോട്ട് ഓൺലി ഫൗണ്ടേഷൻ ഓഫ് ദ ഹൗസ് ഹോൾഡ് ബട്ട് ദയർ ഷീസ് ദ ലൈറ്റ് ലവ് ഓഫ് ദ ഫാമിലി ഒക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അമ്മ പില്ലേഴ്സാണെന്നും ഭാരം വഹിക്കുന്ന പില്ലേഴ്സാണെന്നും ടെൻഷനെല്ലാം താങ്ങുന്ന കീ സ്റ്റോൺ ആണെന്നും സ്വയം ജ്വലിച്ച് ചൂടും വെളിച്ചവും ഒക്കെ നൽകുന്ന ഫയറാണെന്നും പിന്നെ ഫാമിലിയെ ഒരു സീക്രട്ട് റിങ്ങിൻ്റെ ട്വിസ്റ്റിനകത്ത് നിലനിർത്തുന്ന നോട്ടാണെന്നും ഒക്കെ പറയുന്നിടത്ത് പിന്നെ മദർ ബേർഡ് എൻ്റെ സോഫ്റ്റ് ഫെതേഴ്സ് ഷെഡ് ചെയ്ത് കിടക്ക ഒരുക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നിടത്ത് സഫറിങ്സ് ഓഫ് മദർഹുഡ് എന്താണ്, സെൽഫ്ലെസ് ആയിട്ടുള്ള സഫറിങ്സ് എന്താണ് എന്നതിനെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തും ഫാദറിൻ്റെ ലവാണ് പോയത്തിൻ്റെ തീമായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഫാദറിൻ്റെ മകനോടുള്ള ഒരു മനോഭാവം, ദെൻ പൊതുവിൽ ലോക സ്വഭാവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അതിനകത്തും ഒരു അമ്മയുടെ അദൃശ്യമായിട്ടുള്ളൊരു സാന്നിധ്യം വരുന്നുണ്ട്. ആ അമ്മയുടെ സവിശേഷത, അമ്മ ഫാമിലിയിൽ എന്താണ് എന്നതിനെക്കുറിച്ച് കൂടി അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിനകത്ത് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ലെറ്റ്സ് ക്ലോസ് ടുഡേയ്സ് സെഷൻ. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ.